കോവിഡിന് മുന്നേ ഉണ്ടായിരുന്ന ഓഡിയൻസും കോവിഡിന് ശേഷമുള്ള ഓഡിയൻസും ഭയങ്കര വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ ലാഗ് വരരുത്, ആ. ഓഡിയൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. റെസ്പെക്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ത് കാര്യമാണെങ്കിലും യു ഷുഡ് നോട്ട് ക്രോസ് ദ ലൈൻ. ബാൻഡ് എന്നുള്ളൊരു കൾച്ചർ നമ്മുടെ മലയാളികൾ കുറച്ചൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് പോസ്റ്റ് കോവിഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താ ദീപ്തി ഇങ്ങനെ വിധുവിൻ്റെ കൂടെ നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കും. ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയാനാണെങ്കിൽ എനിക്ക് എൻ്റെ പേരൻസിനോട് ഞാൻ കാണിക്കുന്നത് കുറച്ച് ശരിയല്ലാത്തൊരു കാര്യമാണ്. ഒരു സിനിമ പറയുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നതാണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നതാണോ ഇഷ്ടമെന്ന് ചോദിക്കുന്നത് പോലെയാണ്. നോബഡി ഈസ് പെർഫെക്റ്റ്, ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ ആ ഇംപെർഫെക്ഷൻസോട് കൂടി തന്നെ നമ്മൾ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയാൽ സച്ചിൻ വാര്യർ എന്നെ കൊല്ലുമായിരിക്കും. സച്ചിൻ കൊല്ലില്ല. People are ready to spend for an experience, not for luxury. ഞാൻ എടുത്ത് പറഞ്ഞു, ആ ഗിറ്റാറിസ്റ്റ് നോക്കൂ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ നോക്കൂ, പുള്ളി ഇത് ചെയ്യുമ്പോൾ ഹി ഹാസ് എ സ്മൈൽ. ഹായ് എവരിവൺ, വെൽക്കം ടു മിസ്ഫിറ്റ്സ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു മൾട്ടി ഫെസ്റ്റഡ് പേഴ്സണാലിറ്റി, ആക്ട്രസ്, ഡാൻസർ ആൻഡ് മോർ ഓവർ ദി എൻജിൻ റൂം ബിഹൈൻഡ് വിധു പ്രതാപ്, ദി ഷോ ഡയറക്ടർ ദീപ്തി വിധു പ്രതാപ്. വെൽക്കം ടു ദി ഷോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ വിശേഷിപ്പിച്ച പോലെ തന്നെ ഞാൻ അതിലോട്ട് തന്നെ ആദ്യം കടക്കുകയാണ്. ബിക്കോസ് അധികം ആർക്കും അറിയപ്പെടാത്ത ഒരു പരിപാടിയാണ് ഈ ഷോ ഡയറക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം. ഇപ്പോൾ വിധുചേട്ടൻ്റെ ജേർണി നമുക്ക് മലയാളികൾക്ക് എല്ലാം അറിയാം. ഓൾമോസ്റ്റ് 3 decades ഈ സ്റ്റേജുകളിൽ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ബട്ട് പ്രോബബ്ലി ആഫ്റ്റർ കോവിഡ് ഒരു കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഐ ഹാവ് ഒബ്സർവ്, ബിക്കോസ് ഐ വർക്ക് ഇൻ ദിസ് ഫീൽഡ്, ദർ ഇസ് എ റാപ്പിഡ് ഷിഫ്റ്റ് ഇൻ ദ വേ ദ ഷോ ഇസ് പ്രസൻറ്റഡ്. അത് ആ ഷോയുടെ പ്രസൻറ്റേഷൻ്റെ രീതിയാവാം, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന രീതിയാവാം, ആൻഡ് അതിൻ്റെ പുറകിലുള്ള ആൾ ദീപ്തി ചേച്ചിയാണ്. സോ വാട്ട് ഇസ് ദാറ്റ് about right now? It's Vidhu Pratap has a whole new identity right now. ഓക്കെ, ആദ്യം തന്നെ താങ്ക് യു സോ മച്ച്. കാരണം അധികം ആരും റെക്കഗ്നൈസ് ചെയ്യാത്ത ഒരു കാര്യമാണത്. എന്ന് വെച്ചാൽ എപ്പോഴും ഇപ്പം ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും. പലപ്പോഴും ഇപ്പം ഞാൻ മനസ്സിലാക്കി, ഇപ്പം ഷോവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോവിഡിന് മുന്നേ ഉണ്ടായിരുന്ന ഓഡിയൻസും കോവിഡിന് ശേഷമുള്ള ഓഡിയൻസും ഭയങ്കര വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിന് മുന്നും ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു, പ്രോഗ്രാംസ്, മ്യൂസിക് കോൺസേർട്സിനൊക്കെ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കാണുന്ന ഒരു രീതി അല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു കോവിഡിനൊരു ഇത്ര നാൾ വീട്ടിലെല്ലാവരും ഇരുന്നപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിലും ഈ ഒരു ടൈമേ ഉള്ളൂ എന്ന് ഒരുപാട് പേർക്കൊരു റിയലൈസേഷൻ വന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റർടൈൻമെൻറ്റിൻ്റെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൂടി. സോ പ്രോഗ്രാം കാണാൻ വരുന്നവർ, ഒരു മ്യൂസിക് കോൺസേർട്ട് കാണാൻ വരുന്നവർ ഒരു ജസ്റ്റ് കണ്ണടച്ച് പാട്ട് കേൾക്കുക എന്നുള്ളൊരിതിന് അപ്പുറം ഒരു ഹോൾ എക്സ്പീരിയൻസ് ആയിട്ട് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഓഡിയൻസാണ് ഇപ്പോഴുള്ളതെന്ന് എൻ്റെ ഒബ്സർവേഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പീപ്പിൾ സ്റ്റാർട്ടഡ് ഫൈൻഡിങ് ടൈം ടു ഗോ ഔട്ട് ഫോർ കോൺസേർട്ട്സ്. ഇപ്പം നമുക്കറിയാം, ഇൻ്റർനാഷണൽ ട്രിപ്സ് പോയിട്ടാണെങ്കിൽ ഇപ്പോൾ അടുത്തുള്ള അവരുടെ ഫേവറേറ്റ് മ്യൂസീഷ്യൻ വരികയാണെങ്കിൽ, ബാൻഡ് വരികയാണെങ്കിൽ, തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് പോയാണെങ്കിലും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള രാജ്യത്ത് പോയാണെങ്കിലും ഇന്ന ബാൻഡിൻ്റെ കോൺസെർട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഓഡിയൻസ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്നൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, അപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ വളരെ ചെറുതിലെ തൊട്ട് ഡാൻസ് പഠിച്ചു വന്നൊരാളാണ്. അപ്പോൾ ഒരു 6th 7th തൊട്ടേ ഞാൻ സൂര്യകൃഷ്ണമൂർത്തി, ലെനിൻ രാജേന്ദ്രൻ സാറ്, രാജകുമാർ സാർ, അങ്ങനത്തെ ഒരുപാട് പേരുടെ പ്രൊഡക്ഷൻസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പം മേ ബി അന്ന് തൊട്ടേ ഇങ്ങനത്തെ ചില അവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയ കുറേ സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ സ്റ്റേജിൽ ലാഗ് വരരുത്, ഓഡിയൻസിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. റെസ്പെക്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്ത് കാര്യമാണെങ്കിലും യു ഷുഡ് നോട്ട് ക്രോസ് ദ ലൈൻ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവരുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ദ ഇമ്പോർട്ടൻസ് ഓഫ് റിഹേഴ്സൽസ്, ഇമ്പോർട്ടൻസ് ഓഫ് ടൈം, പങ്ക്ച്വാലിറ്റി, ഓർഗനൈസ്ഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്നതിൻ്റെ ഒരു ഇത്, പിന്നെ എങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ അവരുടെ അടുത്തു നിന്നൊക്കെ കൂടെ വർക്ക് ചെയ്ത് പിന്നെ നല്ല നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെ അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ
പിന്നീട് പോസ്റ്റ് കോവിഡ് ഒരു ബാൻഡ് സെറ്റപ്പിലേക്ക് ഇപ്പം വിധു പ്രതാപ് അതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് ഓർക്കസ്ട്ര അല്ലെങ്കിൽ മെഗാ ഷോസിന്റെ ഒക്കെ ഭാഗമായിരുന്നു. അതെ പിന്നീടാണ് ബാൻഡ് എന്നുള്ളത് ഇറ്റ്സ് വിധു പ്രതാപ് എന്ന ബാൻഡിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് മുമ്പ് കിട്ടിയിട്ടുള്ള അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഞാൻ കുറച്ചായിട്ട് എന്താ പറയുക ശേഖരിച്ച് വെച്ചിരുന്ന ഒബ്സർവ് ചെയ്ത് വെച്ചിരുന്നതെല്ലാം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ഒരു അരീന കിട്ടിയ പോലെയായിരുന്നു. അപ്പോൾ അത് പതുക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഒരു ഇവൻറ്റിൽ നമുക്ക് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റിംഗ്, പിന്നെ LED വാൾ VJ, അപ്പോൾ അതിൻ്റെ തമ്മിലുള്ള സിങ്ക്. അപ്പം ഞാൻ ടൂൺസ് ആനിമേഷൻസിലെ ട്രെയിനി ആയിരുന്നു. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എഡിറ്റിങ്ങും അത്യാവശ്യം ആനിമേഷൻ അങ്ങനത്തെ കുറച്ചൊരു ഫ്ലെയർ അവിടെ നിന്നൊക്കെ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് തിങ്സ്. പിന്നെ ഓഫ് കോഴ്സ് സ്റ്റൈലിംഗ്. ഇപ്പം ഞാനെപ്പോഴും പറയും, നമ്മളെ ഒരു ബാൻഡിനെ ആദ്യമേ കേൾക്കുകയല്ല കാണുകയാണ് ചെയ്യുന്നത്. ഓഡിയൻസ് കാണുകയാണ് ചെയ്യുന്നത്. സോ ദ പ്രസന്റേഷൻ ഇസ് ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നി. സോ ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഇൻ ടു ദെയർ സ്റ്റൈലിംഗ് ഓൾസോ. മറ്റേത് ഓർക്കസ്ട്ര ആയിരുന്ന സമയത്ത് വിധുവിൻ്റെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അന്നുണ്ടായിരുന്ന ഒരു റിസോഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ പോയി. പക്ഷെ പിന്നീട് ബാൻഡിൻ്റെ സെറ്റപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും ഓക്കെ, ലൈറ്റിംഗ് ഷുഡ് ബി ദെയർ, LED വാൾ, ഇറ്റ് ഷുഡ് നോട്ട് ഓവർ പവർ. മ്യൂസീഷ്യൻസിനെ എപ്പോഴും എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഇതെല്ലാം വരാവൂ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ചെറിയ കാര്യമാണ്. പോസസ്, മൂഡ് ഓഫ് ദ സോങ്, അതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇറ്റ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. കാരണം ഞാനിപ്പോൾ ഞാൻ ലെറ്റ് മീ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബിറ്റ് ബെറ്റർ. അതായത് ഇപ്പോൾ പണ്ട് ഓർക്കസ്ട്ര അല്ലെങ്കിൽ മെഗാ ഷോയുടെ ഭാഗമാകുമ്പോൾ നമ്മുടെ കയ്യിലല്ലല്ലോ ആ ഷോയുടെ ഒരു ഔട്ട്പുട്ട്. സോ ഇതൊരു ഡെലിബറേറ്റ് തീരുമാനമായിരുന്നു. അതായത് ഇതിൻ്റെ ഔട്ട്ലുക്ക് ഇങ്ങനെ ആക്കി ലെറ്റ് സ്റ്റാർട്ട്. ബിക്കോസ് വിധുച്ചേട്ടന് ഇപ്പോൾ മെഗാ ഷോസോ അല്ലെങ്കിൽ ഫീച്ചറിങ് ഷോസോ ഓർക്കസ്ട്രോസോ കിട്ടാൻ ഒരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം വിധുച്ചേട്ടൻ പരിപാടി ഇല്ലാതെ ഇരിക്കുന്ന സമയമൊന്നും ഞാൻ കണ്ടിട്ടില്ല. സോ ഇറ്റ് വാസ് എ കോൺഷ്യസ് ഡിസിഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഈ ഒരു ഫ്രീഡം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണോ? കാരണം ബിക്കോസ് യു ഹാഡ് ഐഡിയാസ് ഇൻ യുവർ ഹെഡ്, ബിഗർ തിങ്സ്, ഇതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ പുറത്തും കൂടിയാണോ ഇതെടുക്കുന്നത്? അതല്ല അനീജ, ഇതൊരു ഫ്ലോയിൽ അങ്ങനെ പോയപ്പോൾ സംഭവിച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ വിധു ഓർക്കസ്ട്രയിൽ സജീവമായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റേതായിട്ടുള്ള പ്രോഗ്രാംസ്, ഞാനൊരു ഡാൻസറാണ്, അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള TV ഷോസും കച്ചേരീസ്, ഭരതനാട്യം കച്ചേരീസൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. ഈവൻ കോവിഡിൻ്റെ സ്റ്റാർട്ട് വരെയും ഞാൻ സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ അഗ്നി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഒരു സൈഡിൽ കൂടെ അങ്ങനെ അതും പോകുന്നുണ്ടായിരുന്നു. പിന്നീടാണ് കോവിഡിന് ശേഷം എനിക്ക് തോന്നുന്നു എൻക്വയറീസ് എനിക്ക് തോന്നുന്നു ബാൻഡ് എന്നുള്ളൊരു കൾച്ചർ നമ്മുടെ മലയാളികൾ കുറച്ചൊന്ന് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് പോസ്റ്റ് കോവിഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന മലയാളി ഓഡിയൻസിന്റെ കാര്യം മാത്രമാണ്. കാരണം അപ്പം നമുക്ക് അങ്ങനത്തെ എൻക്വയറീസ്, വിധുച്ചേട്ടന് ബാൻഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന എൻക്വയറീസ് കുറേ വരാൻ തുടങ്ങി. അപ്പം നമ്മുടെ മാനേജേഴ്സിന്റെ സൈഡിൽ നിന്നും ചേട്ടാ നമുക്ക് എത്രയും വേഗം ഒരു ബാൻഡ് തുടങ്ങണം എന്ന് പറയാം. പക്ഷെ അപ്പോഴും മാനേജർ എനിക്ക് ബാൻഡിൽ എനിക്ക് ഇത്രയും ചെയ്യാനുണ്ടാവും എന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ ഐ വാസ് സപ്പോർട്ടിങ് ആസ് എ സ്പൗസ് അല്ലെങ്കിൽ ആസ് എൻ ആർട്ടിസ്റ്റ്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വിത്ത് വാട്ട് എവർ ഇൻഫർമേഷൻ ഐ ഹാഡ് ഇൻ മൈ ഹെഡ്, അല്ലെങ്കിൽ എൻ്റെ ഫ്ലെയർ വെച്ചിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ വന്നപ്പോഴാണ് ഓക്കെ കൊള്ളാം, അപ്പൊ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു 6 to 8 months ഒക്കെ ഞാനിങ്ങനെ എല്ലാ ഷോസും ഞാൻ കാണുന്നുണ്ടായിരുന്നു, ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ബാൻഡിലെ മെമ്പേഴ്സ് ആണെങ്കിൽ എല്ലാം ഈ പറഞ്ഞ ഒരു ജെൻസി ഇതിലുള്ള, അതെനിക്ക് സംതിങ് ന്യൂ ആയിരുന്നു. കാരണം അതുവരെ നമ്മൾ സീനിയർ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യും, ഓഫ് കോഴ്സ് അവരുടെ ഇത് വേറെ തന്നെയാണ്. പക്ഷെ പുതിയ വാട്ട് ഈസ് ഇൻ റൈറ്റ് നൗ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ തലമുറ എന്താണ് നോക്കുന്നതെന്ന് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ഇതും കൂടെയാണ്. ആൻഡ് അവരൊട്ടും സ്കെപ്റ്റിക്കൽ അല്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും, ഇപ്പം അനീജന് അറിയായിരിക്കും, നമ്മൾ പണ്ടൊക്കെ ഞങ്ങളൊക്കെ വരുന്ന ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു അഭിപ്രായം ഇപ്പം വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട ഒരാളുടെ അടുത്തൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലും
എനിക്ക് എൻ്റെ പണി അറിയാം. ആ സാധനം ഉണ്ടായിരുന്നില്ലേ പണ്ടത്തെ ഓൾഡ് സ്കൂൾ, കുറച്ചൊക്കെ അതുണ്ടായിരുന്നു. കുറച്ചല്ല, യു ഡോണ്ട് നീഡ് ടു മിൻസ് ദ വേർഡ്സ്, നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒക്കെ നമ്മൾ മിണ്ടണ്ട, വെറുതെ ഇത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ ഇപ്പോഴുള്ള ഈ ഒരു ജനറേഷൻ ഓഫ് മ്യൂസീഷ്യൻസ് ആണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻപുട്ട് പറയുകയാണെങ്കിൽ ദേ ആർ വെരി വെൽക്കമിങ്. അത് മാത്രമല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ചേച്ചി അത് സെറ്റ് ആവില്ല എന്ന് പറയാനും അവർക്ക് മടിയില്ല. നോ ഹാർഡ് ഫീലിങ്സ്. അവർ പറയും. അവർക്ക് നമ്മൾ പറയുന്നതിന് അങ്ങനെ ജസ്റ്റ് ബിക്കോസ് നമ്മൾ വേറൊരു ഇതിൽ നിന്നാണ് വരുന്നത് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. വെരി ഓപ്പൺ ആണ്. അപ്പോൾ എനിക്കത് ഭയങ്കര വെൽക്കമിങ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കുറച്ച് നാൾ നമ്മളിങ്ങനെ ഷോസ് കണ്ടു. അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പണ്ടാണെങ്കിലും ചില കാര്യങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു വിധുവിൻ്റെ ജനറേഷൻ ഓഫ് സിംഗേഴ്സ് വരാൻ തുടങ്ങിയപ്പോഴാണ് ഇൻറ്ററാക്ഷൻ കുറച്ച് ഇമ്പോർട്ടൻസ് വന്ന് തുടങ്ങിയത്. ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇച്ചിരി ഒന്ന് മൂവ് ചെയ്തൊക്കെ ചെയ്യുക, അത് അങ്ങനെ തുടങ്ങിയത് അവരായിരുന്നു. പിന്നീട് അതൊരു ആവശ്യമായി മാറി. പിന്നീട് ഇൻറ്ററാക്ഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടെ വന്നു. അപ്പം ഈ കോവിഡിൻ്റെ സമയത്താണ് ഞാനും വിധുവും വീഡിയോസ്, സ്കെച്ച് വീഡിയോസ് ചെയ്ത് തുടങ്ങിയത്. അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സ്കെച്ച് വീഡിയോസ് ചെയ്തപ്പോഴത്തേക്കും വിധുവിന് വേറൊരു ഓക്കെ കോമഡി വഴങ്ങുന്ന ഒരാളാണോ, ഇപ്പൊ തമാശക്കാരൻ എന്നൊക്കെ ഉള്ളൊരു ഇമേജ് വരാൻ തുടങ്ങി. അപ്പം ആക്ച്വലി ആ കാര്യത്തിന് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് അഭിനയം തുടങ്ങിയ ഒരാളായിരുന്നു. പിന്നീട് ഞാൻ അതൊന്ന് മാറ്റി സൈഡാക്കി വെച്ചിട്ട് പിന്നെ ആങ്കറിങ് ആൻഡ് ഡാൻസ് എന്നുള്ളൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെയും ഈ യൂട്യൂബ് വീഡിയോസിന്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലില്ല അതൊക്കെ എന്നെ വെച്ചെന്ന് ഇല്ലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയും എനിക്കിപ്പോൾ നീ മാത്രമേ ഉള്ളൂ, ഒന്ന് വന്നേ, നമുക്ക് വേറെ പരിപാടിയൊന്നും പറ്റില്ല, എനിക്ക് വീട്ടിൽ ഇരുന്ന് പറ്റുന്നില്ല, അപ്പം എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ചുമ്മാ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ വിധുവിനൊരു തമാശക്കാരൻ എന്നുള്ളൊരു സാധനം കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് സൂപ്പർ 4ലേക്ക് വരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം ഇവരുടെ കൗണ്ടേഴ്സ് ഹിറ്റ് ആവും. ഭയങ്കര ഹിറ്റാണല്ല അവർ 4 പേരുടെ. പിന്നെ ഈ പറഞ്ഞ പോലെ പാരലലി ഞങ്ങൾ യൂട്യൂബ് വീഡിയോസും കൊണ്ടുപോകുന്നുണ്ട്, അതിപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എവിടെ ഒന്നൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ നേരിട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങും എന്താ ഒന്നും വരാത്ത. ചിലപ്പോൾ ഒരു 2 ആഴ്ച മുന്നേ കുറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടോ, ഇത് ഒരെണ്ണം ഇറക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ്, എന്ത് വർക്കും എഫേർട്ടാണ് പറയലുള്ളതെന്നുള്ളത്. അപ്പോൾ പിന്നെ നമ്മൾ അതിന് ടൈം കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ ബേസിക്കലി അത് രണ്ടും കൂടെ ഇത് വന്നപ്പോഴത്തേക്കും ഒരു ഇറ്റ്സ് വിധു പ്രധാൻ്റെ കോൺസേർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും വിധു വന്ന് പാടുകയോ ഡാൻസ് ചെയ്യുകയോ മാത്രമല്ല, വിധുവിൻ്റെ ഇൻറ്ററാക്ഷനും ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ ഓഡിയൻസിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. സോ അങ്ങനെ ആദ്യത്തെ ഒരു 6-7 മാസം ഇത് ഒബ്സർവ് ചെയ്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് കുറച്ചുകൂടി ഇങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ഓരോ ഷോ കഴിയുമ്പോഴും നമുക്ക് എങ്ങനെ നമ്മുടെ ഓഡിയൻസിനെ സർപ്രൈസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ രീതിയിൽ സർപ്രൈസ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് തിരിച്ചു പോകുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ഒരു 3 വർഷം ആവാൻ പോകുന്നു നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസിന് എപ്പോഴും അവർ ആ ബാൻഡിൻ്റെ ഇപ്പോൾ ഒരു 7 പേരുള്ള ഒരു ബാൻഡ് ആണെങ്കിൽ 8ാമത്തെ മെമ്പർ ഓഡിയൻസ് ആണെന്ന് അവർക്ക് തോന്നണം. ആ രീതിയിൽ നമ്മളൊരു പെർഫോമൻസ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്കതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അതിന് ഉള്ള കുഞ്ഞു സംഭവങ്ങൾ ഓരോ തവണ കഴിയുമ്പോഴും കുറച്ച് ലെവൽ നമുക്ക് മാറ്റിപ്പിടിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ ഇൻപുട്ട് കൊടുത്താണ് ഒരു ഏകദേശം ഇപ്പോഴത്തെ ഒരു ഇതിലാക്കി. അതായത് ഏകദേശം എന്ന് പറഞ്ഞാൽ പോരാ, ഐ വുഡ് സേ യു ഗൈസ് ആർ സെറ്റിംഗ് ബെഞ്ച് മാർക്സ് റൈറ്റ് നൗ. കാരണം ഓരോ തവണ നോക്കുമ്പോഴും അതിപ്പോൾ തീം വൈസ് ആയാലും ഇപ്പോൾ വേൾഡ് കപ്പിന് അടുപ്പിച്ചൊരു ഷോ ചെയ്യുന്നു, അതിൻ്റെ ബേസ് ചെയ്ത് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ്സ് വെരി ഈ പറഞ്ഞ പോലെ ഓഡിയൻസിന് അതിൻ്റെ ഭാഗമാക്കി ചിന്തിക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി എ വെരി ഗുഡ് തിങ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ ഇനി ഞാൻ വേറെ ഒരു അല്പം പേഴ്സണൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. വേറൊന്നുമല്ല, കാരണം യു ബീയിങ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ഡാൻസർ, എ പെർഫോമർ ആൻഡ് എവറിത്തിങ്, ആൻഡ് ഇതിൻ്റെ ഭാഗമായിട്ട് ബിഹൈൻഡ് ദ സീൻ നിൽക്കുമ്പോൾ യുവർ പ്രൈമറി പാഷൻ ഓഫ് ഡാൻസ് ആൻഡ് ഓഫ് സാധനങ്ങൾ എവിടെയൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു സാക്രിഫൈസ് ഉണ്ട്. അപ്പോൾ സോ ആൻഡ് സാക്രിഫൈസ് ഉണ്ട്, ആൻഡ് ദർ വി കനോട്ട് ബി ഹാപ്പി all the time. Sometimes നമ്മുടെ ചിന്തയിൽ വരും what could have been, but you have created success ഈ ഒരു സൈഡിൽ. ചില സമയത്ത് വരുന്നൊരു ഓ മൈ ഗോഡ് അതെന്തായി എന്നൊരു ചിന്തയെ ഒരു ബാലൻസ് ഔട്ട് ചെയ്യാൻ ഈ സക്സസ് സഹായിക്കുന്നുണ്ടോ? എനിക്ക് ആക്ച്വലി എൻ്റെ അടുത്ത് ഓഫ് കോഴ്സ് ഇപ്പം ഞാൻ ഡാൻസിൽ വന്ന ഒരു വളരെ ചെറിയ യങ് ഏജ് തൊട്ട് ഒരു 2019-20 വരെ ആക്ച്വലി ഞാൻ ശേഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു സമയം എന്ന് നോക്കുന്നത് അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പല സ്റ്റേജുകളിൽ പോകുമ്പോഴും എൻ്റെ കൂടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകൾ, ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ, ഡാൻസേഴ്സ് എൻ്റെ അടുത്ത്
പറയാറുണ്ട്, എന്താ ദീപ്തി ഇങ്ങനെ നീ ഇങ്ങനെ വിധുവിൻ്റെ കൂടെ നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാനിങ്ങനെ ആലോചിക്കും, നടക്കണം. ഞാൻ വിധുവിൻ്റെ കൂടെ നടക്കുന്നേ ഇല്ല. ഞാൻ ആക്ച്വലി ഐ എം വർക്കിംഗ് അതെ. ആൻഡ് ഇതും എൻ്റെ ഒരു ക്രിയേറ്റീവ് സ്പേസ് ആണ്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് എനിക്കും ഒരു പുതിയ അറിവായിരുന്നു. സോ ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഓക്കെ, ഐ എം കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്. അപ്പം അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. എനിക്ക് എന്നെ പറ്റിയുള്ളൊരു പുതിയ അറിവായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഡാൻസിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഒരു ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയാനാണെങ്കിൽ എനിക്ക് എൻ്റെ പേരൻസിനോട് ഞാൻ കാണിക്കുന്നത് കുറച്ച് ശരിയല്ലാത്തൊരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം അവർ എനിക്ക് എൻ്റെ ഡാൻസൊക്കെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് അവരിട്ടിരിക്കുന്ന എഫേർട്ട് ചെറുതല്ല. ടൈം, എഫേർട്ട് ആൻഡ് മണി, ഓഫ് കോഴ്സ് ഡാൻസ്, ബിക്കോസ് ഇറ്റ് ഇസ് ഡാൻസ്. അപ്പോൾ അത് നോക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ചിലപ്പോൾ എൻ്റെ അച്ഛനമ്മ ചേച്ചി അവർക്ക് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, പണ്ട് തൊട്ടേ അറിയാവുന്ന സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ എൻ്റെ ഗുരുക്കന്മാർ ഡോക്ടർ രാജശ്രീ വാര്യർ ടു ബി പ്രിസൈസ്, ചേച്ചി ഇപ്പോഴും എന്നെ കാണുവാണെങ്കിൽ ചീത്ത പഠിക്കും. ചേച്ചി പറയും, എന്താ കുട്ടി ചെയ്യുന്നേ എന്നൊക്കെ ചോദിക്കൂ. അപ്പോൾ അതെൻ്റെ ചേച്ചിയുടെ തന്നെ വേറെ സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവരോടൊക്കെ ഞാൻ കുറച്ചൊരു ഇത് കാണിക്കുന്നതായിട്ട് ഒരു 100% നീതി പുലർത്താൻ പറ്റാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഓഫ് കോഴ്സ് ഞാൻ ഡാൻസിൽ നിന്ന് അങ്ങനെ കംപ്ലീറ്റ്ലി മാറി നിൽക്കുകയൊന്നും അല്ല. ഞാനിപ്പോഴും നാട്ടിലുള്ളപ്പോൾ അങ്ങനെ പറയും, ബിക്കോസ് നമുക്ക് ഗിറ്റ് ടൂറിങ് അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പണ്ട് ചെയ്തിരുന്ന പോലെ അങ്ങ് രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ, അല്ല ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ പ്രാക്ടീസൊക്കെ ഞാൻ മുമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡാൻസ് പ്രാക്ടീസ്. ഇപ്പം എനിക്ക് അതിന് പറ്റാറില്ല. എങ്കിലും ഞാൻ നാട്ടിലുള്ളപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസസും ക്ലാസ്സസും ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പറ്റുന്നത് പോലെയൊക്കെ. ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ എൻ്റെ ഉള്ളിലെ പെർഫെക്ഷനിസ്റ്റ് കാരണമായിരിക്കാം ഒരു ഷോ എൻക്വയറി വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, ഞാനിങ്ങനെ ഇത്രയും പ്രാക്ടീസ് ചെയ്താൽ പോരാ, ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തിട്ട് വേണം. എനിക്ക് എൻ്റെ നൃത്തത്തിലോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കാരണമാണ് ഞാൻ ഇപ്പോൾ പരിപാടി ഒന്നും ചെയ്യാത്തത് എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ എപ്പോഴെങ്കിലും ഞാൻ ചെയ്യുമായിരിക്കും, ഇനിയും ചെയ്യാതെ ഞാൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്തിട്ടൊന്നുമില്ല. അതെ, തീർച്ചയായും കട്ട് ഓഫ് ചെയ്യുന്നത് ഒരു ക്രൈമാണ്. ഒരിക്കലും കട്ട് ഓഫ് ചെയ്യരുത്. ബിക്കോസ് നമ്മളിപ്പോൾ ഈ കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക് ഇപ്പോൾ ചെയ്ത ജോൾസിനോട് ചെയ്ത മായികയാണെങ്കിൽ അതുപോലത്തെ പ്രോജക്ട്സ് ഒക്കെ ഇനിയുണ്ടാവട്ടെ. അപ്പോൾ ബേസിക്കലി ബീങ് എൻ ആർട്ടിസ്റ്റ്, ഈ സ്റ്റേജിൽ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നതും ഓഡിയൻസിന് വേണ്ടി ബിഹൈൻഡ് ദ സീൻ ഒരു ഷോ ഒരുക്കുന്ന ആ 2 പ്രോസസ്സ് തമ്മിലുള്ള വ്യത്യാസം തന്നെ. സ്റ്റേജിൽ ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നിനെ പറ്റിയും അതായത് ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് സംസാരിക്കുകയാണെങ്കിൽ ഇത് സ്റ്റേജിലേക്ക് എങ്ങനെ എത്തുന്നു, എനിക്ക് പിന്നെ എൻ്റെ തലയിൽ ആർട്ട് മാത്രമായിരിക്കും. ഞാൻ അവിടെ അവതരിപ്പിക്കാൻ പോകുന്ന എന്ത് തന്നെയായാലും ഡാൻസ്, അഭിനയ പീസ്, എനിക്ക് കൂടുതലും ഭരതനാട്യത്തിൽ ഞാൻ അഭിനയ പീസസ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പം ഞാൻ അതിൽ ഇപ്പോൾ ക്യാരക്ടേഴ്സ് ആയിരിക്കും, നമ്മുടെ തലയിൽ ആ ക്യാരക്ടർ റൺ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനങ്ങൾ മാത്രമായിരിക്കും എൻ്റെ തലയിൽ. അതെങ്ങനെ എനിക്ക് ചെയ്യാം, ഞാനിപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അതായത് അതിൽ ഞാൻ അഭിനയ പീസിൻ്റെ സിറ്റുവേഷൻ തന്നെ ആയിരിക്കും എൻ്റെ തലയിൽ വരിക. അങ്ങനത്തെ കുറേ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് ഈ ഓർഗനൈസേഴ്സിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും ആ ടൈം ഇത് എന്തെങ്കിലും വേറെ ക്ലട്ടർ ഒന്നും എനിക്കപ്പം എടുക്കാൻ പറ്റില്ല. ഞാൻ കൺസോളിൽ നിൽക്കുന്ന സമയത്ത് ആസ് എ ഷോ ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം എൻ്റെ തലയിൽ വരും. പക്ഷേ എനിക്ക് അതിനകത്തൊരു പ്ലസ് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് എ ടീം ഓഫ് മാനേജേഴ്സ്. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നൊരു കാര്യമാണ്, സ്റ്റേജിൽ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ, അതായത് ഓരോ മ്യൂസീഷ്യനും പെർഫോമറാണ്. അതിൽ ആർക്കും ഒരു രീതിയിലുള്ള ടെൻഷനും, അതായത് ഇതിൻ്റെ പിറകിൽ പല കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ചിലപ്പം അറിയാമല്ലോ, ഇതിനകത്ത് നന്നായിട്ടല്ല സമയം, അപ്പോൾ ചിലപ്പോൾ സൗണ്ട്സിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇഷ്യൂ, അല്ലെങ്കിൽ ബോളിൻ്റെ ഇഷ്യൂ, ടെക്നീഷ്യൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്മാച്ച് വരികയാണെങ്കിൽ അവരുടെ പെർഫോമൻസ്, അവർക്ക് സ്റ്റേജിലേക്ക് സമാധാനമായിട്ട് കയറാൻ പറ്റണം. അവരുടെ മ്യൂസിക്, അവരുടെ ആർട്ട് മാത്രമേ അവർക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്. ആ ഒരു പ്രഷർ മാത്രം അവരെ ഹാൻഡിൽ ചെയ്താൽ മതി, ബാക്കിയെല്ലാം നമ്മുടെ ടീം നോക്കിക്കൊള്ളണം എന്നുള്ള രീതിയിൽ. അപ്പം നോക്കുമ്പോൾ പ്രഷർ സൈഡ് നോക്കുമ്പോൾ എപ്പോഴും ഇപ്പുറത്ത് ഷോ ഡയറക്ടറിന് തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ നോക്കാനുള്ളത്. പക്ഷെ ഐ എൻജോയ് എല്ലാം. അവിടെ ഒരു ഡിസിപ്ലിനിൽ പോകാൻ പറ്റിയാൽ ഭയങ്കര അടിപൊളി പരിപാടി തന്നെയാണ്. ഞാൻ പറയും, ഇപ്പം നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ,
ആർട്ടിസ്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഷോ ഡയറക്ടർ ആയിട്ടാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം അതായത് നേരത്തെ ആർട്ടിസ്റ്റ് ആയിട്ടെന്നുള്ളതല്ല ഓർക്കസ്ട്രയാണോ അല്ലെങ്കിൽ ഇതാണോ എന്ന് എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചല്ലോ. അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ ഒരു സിനിമ പറയുകയാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നതാണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്നതാണോ ഇഷ്ടമെന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഇപ്പം നമുക്ക് അതിനകത്തെന്ന് വെച്ചാൽ നമ്മുടെ മാത്രം പാർട്ട്, അഭിനയമാണെങ്കിൽ നമ്മുടെ മാത്രം കാര്യങ്ങൾ പാർട്ട് നോക്കി അത് ആ ഒരു സ്പേസിൽ നിന്നാൽ മതി. വേറെസ് ഡയറക്ടർ ആവുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും സ്റ്റേജിൽ ക്യാമറ എല്ലാം നോക്കണം. അപ്പം ഞാനിപ്പം ഒരു ഷോ നടക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം വിധുവിൻ്റെ മാത്രം പെർഫോമൻസ് ആയിരിക്കില്ല നോക്കുക. ഞാൻ ബാക്കിയുള്ളവർ പെർഫോമൻസ് എന്ന് ഞാൻ പറയുന്നത് വാട്ട് ദേ ആർ പ്ലേയിങ് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ മൂവ്മെൻറ്റ്. ചിലപ്പം ചിലർ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറയും യു ഷുഡ് ഫേസ് യുവർ ഓഡിയൻസ്. നിങ്ങൾ അവർക്ക് വേണ്ടിയാണ് വായിക്കുന്നത്. അപ്പം ചിലർ തിരിഞ്ഞു നിന്നിട്ടൊക്കെ ഭയങ്കര ഇതായിട്ട് കുറേ നേരം ഇടയ്ക്കൊക്കെ ഓക്കെ, പക്ഷേ കുറേ നേരം അപ്പം അങ്ങനത്തെ കുഞ്ഞു ഇറ്റ്സ് ഇൻ ദ ലിറ്റിൽ തിങ്സ് ദാറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. ഇപ്പോൾ ഒരു ചെറിയ ചിരിയോടുകൂടി ഒരു ഇത്തിരി പ്ലസൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, അപ്പം ഞാൻ ഇവരുമായിട്ടൊക്കെ ബാൻഡുമായിട്ട് തന്നെ വേറെ ബാൻഡുകളുടെ ഷോസ് കാണാൻ പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന, കമ്പയർ ചെയ്യാൻ പറ്റുന്ന, അതായത് ഇൻസ്പയർഡ് ആവാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കണ്ട അത് രസമില്ല, ഇത് രസമില്ല ഇതൊക്കെ പറയും. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ സോ ഞാനിപ്പോൾ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു you guys have been married for 18 years, if I'm not wrong, like 18 years. 18th, running 18. Running 18. So what is your formula for a successful partnership like this? അയ്യോ, അതൊക്കെ ഒരു റാപ്പോയിൽ പോകുന്ന കാര്യമാണ്. നമുക്ക് ഒരിക്കലും ഒരു ഫോർമുല ഉണ്ടാക്കാൻ പറ്റില്ല ഇതിന്. ഇപ്പം ആരും നോബഡി ഈസ് പെർഫെക്റ്റ്, ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ ആ ഇംപെർഫെക്ഷൻസോട് കൂടി തന്നെ നമ്മൾ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയാൽ, ഓഫ് കോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണം, വേണ്ടെന്നല്ല. പക്ഷെ ചിലർക്ക് ചിലതൊട്ടും മാറാൻ പറ്റാത്തതായിരിക്കാം. ചിലർക്ക് ഈ പറഞ്ഞ പോലെ അത് മറ്റേ ആൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും മാറാൻ പറ്റും. അപ്പോൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും. പിന്നെ ഈ മാറാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾക്ക് ഒന്നെങ്കിൽ അത് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ പിന്നെ അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാനിത് ചോദിക്കാൻ ഒരു പ്രത്യേക കാരണം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇത്ര യൂസ് ചെയ്യുന്ന കാലത്ത് നമ്മൾ പലപ്പോഴും അത് ഭയങ്കര ആസ്പിറേഷണൽ പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നിയിട്ട് എനിക്ക്. നമ്മളത് സോ അവിടെ ഒരു പെർഫെക്റ്റ് ലോകം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ദീപ്തിയേച്ചനായാലും വിധുചേട്ടനായാലും അല്ലെങ്കിൽ ബാനിനെ ആയാലും നിങ്ങളുടെ ഗുഡ് ഡേയ്സ് മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. സോ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു ടൂറിങ് ഓൺട്രാജിനെ മുഴുവൻ മാനേജ് ചെയ്യുന്ന ഒരാൾ, ഒരു കേരളത്തിലെ ടോപ്പ് മോസ്റ്റ് ഒരു ആർട്ടിസ്റ്റിൻ്റെ പാർട്ട്ണർ എന്നുള്ള നിലയ്ക്ക് ദർ ആർ ബാഡ് ഡേയ്സ് ഫോർ യു ഗൈസ് ആസ് എ ബാൻഡ്, ആസ് ഇൻഡിവിജ്വൽസ്, ആസ് പാർട്ട്നേഴ്സ്. സോ ഹൗ ഡു യു നാവിഗേറ്റ് ദാറ്റ്? ബിക്കോസ് പീപ്പിൾ ഹാവ് എ മിസ്കൺസെപ്ഷൻ ദാറ്റ് ദിസ് ഇസ് ഓൾവേസ് പെർഫെക്റ്റ്. So I want to understand, how do you deal with this? A bad day as an individual, a bad day as a couple, a bad day as a show director. It could happen to anyone. ഓക്കെ, ബാഡ് ഡേയ്സ് ഓഫ് കോഴ്സ് ഉണ്ട്. ബാഡ് ഡേയ്സ് ചിലത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിട്ടുള്ള ബാഡ് ഡേയ്സ് ഓഫ് കോഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും മെഡിറ്റേഷൻ ഒരു ഹെൽപ്ഫുൾ മീഡിയമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഐ ഡു മെഡിറ്റേറ്റ് എ ലോട്ട്. ഞാൻ രാത്രിയാണെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോഴാണെങ്കിലും ഒക്കെ അത്രയും എനിക്കിതാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഞാനിങ്ങനെ ഒരു മെഡിറ്റേഷൻ മ്യൂസിക് തന്നെ പ്ലേ ചെയ്ത് വളരെ സൂതിങ് ആയിട്ട്, എന്ന് വെച്ചാൽ ചെവി പൊട്ടിപ്പോകുന്ന പോലെയല്ല, പക്ഷേ ഈ ഇഫ് അറ്റ് ഓൾ ഒന്നൊരു ട്രാൻസിലേക്ക് പോയി കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഐ ഡു മാനേജ് ഇറ്റ് ലൈക്ക് ദാറ്റ്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ ഐ ലിസൺ ടു സംതിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഇഫ് ഐ എം നോട്ട് വർക്കിംഗ്, ഇപ്പം ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ അമ്മയടുത്തൊക്കെ ഞാൻ പറയാറുണ്ട്, അമ്മ ഞാൻ മൊബൈലിൽ വെച്ച് വീഡിയോ ഗെയിം കളിക്കല്ല, എനിക്ക് പണിയുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഫ് ഐ എം നോട്ട് വർക്കിംഗ് വൈൽ ഐ എം ട്രാവലിംഗ്, ഓഫ് കോഴ്സ് ഐ ലിസൺ ടു സം മെഡിറ്റേഷൻ. പിന്നെ എനിക്ക് കുറേയൊക്കെ ഇപ്പോൾ പേഴ്സണൽ ബാഡ് ഡേ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്ക് കുറേയൊക്കെ ഈ വർക്ക് തന്നെയാണ് ഒരു ഭയങ്കര ഒരു ഡൈവേർഷൻ. ആ സമയത്ത് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ട് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാറില്ല. ലൈക്ക് എ ഡാൻസർ എനിക്ക് ഇഫ് ഐ എം സ്ട്രെസ്ഡ്, അതായത് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന പോലെയൊക്കെ സ്ട്രെസ്ഡ് ആയിട്ട് ഞാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എനിക്ക് ഒരു പാട്ടിടും, ഞാൻ ഡാൻസ് ചെയ്യട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. അവിടെ എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് പീസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഡാൻസറായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അല്ലാണ്ട് എനിക്ക് ഇതൊക്കെ തന്നെ സോ ഇതിന് ഞാൻ ഡിസ്ട്രാക്ഷൻ അല്ല, ഡീവിയേഷൻ. ഓക്കെ, സോറി. സോ ഞാൻ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇതുവരെ വേറെ ആരോടും ഇത് ചോദിച്ചിട്ടില്ല. കാരണം ഈ ടൂറിങ് പരിപാടി കാര്യങ്ങളാകുമ്പോൾ ബോത്ത് ഓഫ് യു ഗൈസ് ആർ ലുക്കിംഗ് ഫിറ്റർ ദൻ എവർ. ബീയിങ് ഫിറ്റ് ഈസ് എ വെരി ക്രൂഷ്യൽ പാർട്ട് ഓഫ് ടൂറിങ്. ഇപ്പോൾ എനിക്ക് ഓർമ്മ, എനിക്ക് തോന്നുന്നു മാർച്ചിലാണെന്ന് തോന്നുന്നു വിധിച്ചേട്ടൻ നിങ്ങളുടെ യുവർ ഓൺട്രാജ് ഡിഡ് ലൈക്ക് 5 or 6 back-to-back ഷോസ്. ഈ മാർച്ചിൽ അത് 4 or 5 or 6.
സോ ആസ് എ ടൂറിംഗ് മാനേജർ Actually, we did 11 shows or something. സോ അതും അപ്പം ഞാൻ ഐ ആം എ ടൂറിംഗ് മാനേജർ അപ്പോൾ ഞാൻ ഐ നോ ദ കൈൻഡ് ഓഫ് ഫിസിക്കൽ സ്റ്റാമിന ദറ്റ് നീഡ്സ് വെൻ യു ഹാവ് ബാക്ക് ഷൂസ് ഇത് അപ്പോൾ സോ ഇസ് ദിസ് ഓൾസോ ബിക്കോസ് യു ബോത്ത് ആർ ലുക്കിംഗ് ഫിറ്റർ ദൻ എവർ സോ ഇതും ഒരു കോൺഷ്യസ് ഓക്കെ വി നീഡ് ടു ടൂർ മോർ ആൻഡ് ഫിസിക്കൽ കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതായത് ഒന്ന് ഫുഡ് ഈ പറഞ്ഞ കണക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രിക്റ്റ് ഡയറ്റൊന്നും ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഓഫ് കോഴ്സ് വി കീപ്പ് എൻ ഐ ഓൺ വാട്ട് ഗോസ് ഇൻസൈഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു കഴിക്കാൻ പാടില്ല എന്ന് നമ്മളെപ്പോഴും പറയുന്നത് സ്വീറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ഫാറ്റുള്ള സാധനങ്ങൾ. അപ്പോൾ ഇഫ് അറ്റ് ഓൾ നമ്മൾ ഒരു കൊതിക്കത് കഴിച്ചാലും അടുത്ത മീലിലോ അല്ലെങ്കിൽ അടുത്ത ഡേയ്സിലോ നമ്മളതൊന്ന് മാച്ച് ചെയ്യണം. കാരണം അനുജന് തന്നെ അറിയാം, നമ്മൾ ഷോസ് സൗണ്ട് ചെക്കും കഴിഞ്ഞ് ഷോ അങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ കിട്ടുന്നത് ടൈം നമുക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ഇനി മിക്കവാറും ടൂർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ കോമഡി, പലയിടത്തും പോകുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ബിരിയാണി തരും. അപ്പൊ നമ്മുടെ അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിൽ ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എല്ലാ ദിവസവും വിൽ എൻഡ് അപ്പ് ഹാവിങ് ബിരിയാണി. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അതിപ്പോൾ ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് ഗുഡ് മാനേജേഴ്സ് ഇൻ മൈ ടീം. കാരണം അവർ നേരത്തെ കൂട്ടി തന്നെ വളരെ ഇതായിട്ട് നേരത്തെ ഓർഗനൈസേഴ്സ് ഇപ്പോൾ ടൂർ ചെയ്യുന്ന സമയത്താണെങ്കിലും നേരത്തെ പറയും, ഓക്കെ ഇത് വേണ്ട, ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും. അപ്പോൾ അവർക്ക് അറിയാമല്ലോ നമ്മുടെ ബാൻഡ് മെമ്പേഴ്സിന് ഓൾറെഡി അവരൊക്കെ ഏത് മെനു ആണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. അവർക്കും നമുക്കും ഇപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സദ്യയും ബിരിയാണിയും ഒന്നും വേണ്ട, ഒരു റാപ്പാണെങ്കിലും ചിലപ്പോൾ അത് എല്ലാവർക്കും പറ്റുന്ന സാധനം അങ്ങനെയാണെങ്കിലും അത് പറ്റും. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അത് മാനേജ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഫുഡിൻ്റെ സൈഡ് കഴിവതും പ്രശ്നമില്ലാത്ത രീതിയിൽ പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ടൂർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എല്ലാ തവണയും ജിമ്മിൽ പോവുക എന്ന് പറയുന്നതൊന്നും നടക്കില്ല. ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല. നമുക്ക് റെസ്റ്റും ആവശ്യമാണ്. ഉറക്കമാണ് ഏറ്റവും കൂടുതൽ ഗിറ്ററിന് കോംപ്രമൈസ്ഡ് ആവുന്ന സാധനം. മിക്ക ദിവസവും ഷോ കഴിഞ്ഞ് രാത്രി കം ടു ലോബി അറ്റ് 3:30 AM എന്നൊക്കെ ഉള്ള മെസ്സേജസ് സ്ഥിരമായിട്ട് അയക്കുന്നവർ ഈ റൂമിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെയാണ്, അങ്ങനെ ഉറക്കം വേണം, എല്ലാം വേണം. അപ്പോൾ സ്ലീപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും വിചാരിക്കുന്ന ജിമ്മ് മാത്രമാണെന്ന് അല്ല, ഉറക്കവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുണ്ട്. ഫുഡ് കഴിക്കുന്ന എന്താണെന്നുള്ളൊരു കീപ്പനായി. പിന്നെ പിന്നെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നടക്കും, ഞാൻ ഒരുപാട് നടക്കും. പ്രോഗ്രാം ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഐ മേക്ക് ഷുവർ ദാറ്റ് നമുക്ക് നടക്കാം. പിന്നെ മാൾസിൽ പോയാലും മതി. വൺ ഗുഡ് തിങ് അബൌട്ട് മാൾസ് ഇസ് യു വാക്ക് എ ലോട്ട്. You will have to walk a You don't like shopping? Not at all. I love window shopping. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. വിൻഡോ ഷോപ്പിംഗ് ആയതുകൊണ്ട് വിധുവിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പോയാലും വലിയ നഷ്ടമൊന്നും ഇല്ലാണ്ടെങ്കിൽ തിരിച്ചു വന്നോളൂന്നറിയാം. സോ കമ്മിങ് ടു ഈ ഷോസ് പരിപാടിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഒരു കോവിഡ് സമയത്തുള്ള നിങ്ങളുടെ സ്കെച്ചസിനെ പറ്റി ഞാൻ സംസാരിക്കട്ടെ. കാരണം ഈ പറഞ്ഞ പോലെ വിധിച്ചേട്ടൻ്റെ ഒരു വേറൊരു പേഴ്സോണ റിവീൽ ചെയ്ത്, ആൻഡ് ഇറ്റ് സീംസ് അത് അങ്ങനത്തെ ഒരു സ്കെച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല. അതിൻ്റെ റൈറ്റിംഗ്, സ്ക്രിപ്റ്റിംഗ്, ഷോർട്ട് ഡിവിഷൻ, ആൻഡ് ഇറ്റ്സ് ഓൾസോ വെരി വെൽ പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ്. അത് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ നടത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെറും ഒരു എന്താ പറയുക, യൂട്യൂബിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫോളോവേഴ്സ് കയറണം അല്ലെങ്കിൽ ആളുകൾ കാണണം എന്നുള്ളതിൻ്റെ പുറത്തല്ല, അതിനോടൊരു ജെന്യുവിൻ പാഷൻ വേണം. സോ who among you are the storyteller? Is it you or with ചേട്ടൻ? I would say it's a combined brainstorm ചെയ്തുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. When it comes to of course, and when it's a couple, it's difficult because extremely difficult. It's difficult because we have the freedom to എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ചിലപ്പോൾ വലിയ കാര്യത്തെ ഒരു കോമഡി വിധു പറയുന്ന സമയത്ത് എന്താ വർക്കാത്ത അവര് ചിരിക്കുമല്ലോ, അതറിയില്ലല്ലോ, അവര് ചിരിച്ചോളും, വേണ്ട നമ്മുടെ സ്കെച്ചിൽ അത് വേണ്ട എന്ന് പറയും. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചില കോമഡികൾ ഞാൻ പറയാം അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ തല്ലി പിടിച്ച് ചിലപ്പോൾ ഷൂട്ടൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. 2 cam ഷൂട്ടാണ്, 2 മൊബൈലുണ്ട്, അവിടെയും ഇവിടെയും വെച്ച് ഞങ്ങൾ 2 cam ഷൂട്ടൊക്കെ ആയിരുന്നു അന്ന് ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ക്യാൻസൽ ചെയ്യും, പ്രൊഡക്ഷന് നഷ്ടമൊന്നും ഇല്ലല്ലോ, ഷൂട്ട് ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ഒന്ന് പാച്ചപ്പായി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒന്നും കൂടെ നന്നായിട്ടൊക്കെ ഇരുന്ന് എല്ലാം റെഡിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമില്ലാത്ത രീതിയിൽ ഇത് റെഡിയാക്കിയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യും.
പിന്നെ എനിക്ക് ഉണ്ടല്ലോ അനീച്ച, ഇപ്പം ഞാൻ നേരത്തെ ഷോ ഡയറക്ഷൻ്റെ കാര്യം പറഞ്ഞ കണക്കാണ്. യൂട്യൂബ് വീഡിയോസ്, നമ്മുടെ സ്കെച്ച് വീഡിയോസിൻ്റെ ഡയറക്ഷൻ സൈഡും ഞാൻ ചെയ്യുന്നത് ഒരു ഡയറക്ഷൻ ആണെന്നോ അല്ലെങ്കിൽ ആ ആംഗിളൊക്കെ ഞാൻ നോക്കി തന്നെയാണോ, ഒരു ഐഡിയ വെച്ചിട്ട്, പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് അതിന് എൻ്റെ ആനിമേഷൻ മൾട്ടിമീഡിയ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ടൂൺസിലായിരുന്ന സമയത്തും നമുക്ക് അത്യാവശ്യം ക്യാമറ ആനിമേഷൻ, ക്യാമറ ആംഗിൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതൊക്കെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു സമയമായിരുന്നു അത്. മനസ്സിലായി. അപ്പോൾ ഫിക്സ് ചെയ്തു. ആ മൊബൈലിലാണെങ്കിലും പിന്നെ താങ്ക്സ് ടു എന്താ പറയുക, അത്യാവശ്യം നല്ല ക്യാമറ ഉള്ള മൊബൈൽ ഫോൺസ് ഇറങ്ങിയ കാലമായതുകൊണ്ട് നമുക്ക് അതും സോർട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞ കണക്കാണ്, മറ്റേ ഈ ഫോക്കസ് ഷിഫ്റ്റ്, പാൻ ഷിഫ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉള്ളത് വെച്ച് നറേഷന് പറ്റുന്ന സ്ട്രോങ് നെറേറ്റീവായിട്ട് പോകാൻ പറ്റുമെങ്കിൽ അത് അത്യാവശ്യം പിടിച്ചുപോയി. അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സ്ക്രിപ്റ്റ് ചെയ്ത് എന്താ പറയുക, ഒരു ഇതിൽ പോയിട്ട് പിന്നെ ഫുട്ടേജ് എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നത് മുഴുവൻ എൻ്റെ പണി തന്നെയായിരുന്നു. ഫുള്ളിരുന്ന് രാത്രി മൊത്തം ഇരുന്ന് എഡിറ്റ് ചെയ്യും. പിന്നെ ഒന്നും നമുക്ക് അങ്ങനെ വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ആ സമയത്ത് നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും പണിയില്ലാതെ എഡിറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇരുന്ന് ഓക്കെ, കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് നമുക്ക് കിട്ടുന്ന ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്തൊക്കെ ഫിറ്റ് ആവും എന്ന് നോക്കും. ഫുള്ളിരുന്ന് ചെയ്തിട്ട് അത് ആ സമയമാകുമ്പോൾ വിച്ചേട്ടനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതിങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്ക് അഭിപ്രായം, ഞാൻ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ട് ചോദിക്കാൻ ഒരാളുള്ളത് വിധുവാ. വേറെ അങ്ങനെ ഒരു അവന് ഇതൊന്നും ഇല്ലല്ലോ, ഒരു ഗ്രൂപ്പായിട്ടൊന്നും നമ്മളന്ന് ഇരിക്കുന്നില്ല. പിന്നെ വ്ളോഗ്സും ചെയ്യുമായിരുന്നു. അപ്പം അതും ഈ പറഞ്ഞ പോലെയാണ്, ഫുള്ളിരുന്ന് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്തും ഐ വാസ് നോട്ട് ഡാൻസിങ്, ഐ വാസ് ഇൻ ടു ദിസ്. അപ്പോൾ എനിക്ക് ഓക്കെ, ഇതപ്പോൾ എല്ലാവരും ഇങ്ങനെ എഗെയിൻ അനീജ പറഞ്ഞ പോലെയാണ്, ഇത് ഫോളോവേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല, നമ്മുടെ ഒരു പാഷൻ എക്സ്പ്ലോർ ചെയ്ത് നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ആൻഡ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു അത് ചെയ്യാൻ, വിധുവിനും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്ത് പോയി. പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിധു ഇങ്ങനെ തന്നെയാണോ, ഇത് ഈ അടുത്തല്ലേ? ഇല്ല, എനിക്ക് വിധുവിനെ അറിയാവുന്ന കാലം തൊട്ട് ഈ യൂസ് ടു ബി ദിസ് ഗായ്, ഈ തമാശയും കളിയും ചിരിയും. പക്ഷെ ആളുകളിലേക്ക് എത്തിക്കുന്ന മുമ്പ് അങ്ങനെ ഭയങ്കര റിഫൈൻഡ് ആയിട്ട് ആ ഒരു കൾച്ചറിലായിരുന്നു, അങ്ങനെയായിരുന്നു. അപ്പം ഇങ്ങനെയായി. സോ ഞാൻ ഇപ്പോൾ വിധിച്ചേട്ടൻ്റെ കാര്യം ചോദിക്കുമ്പോൾ, ആൻഡ് ഇതെനിക്ക് യു മേ ഡിസഗ്രി ഓർ യു മേ അഗ്രി ഓർ ഡിസഗ്രി, ബട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വിധു പ്രതാപ് എന്ന് പറഞ്ഞ ഒരാൾ, ഇപ്പോൾ വിധുചേട്ടൻ്റെ സ്റ്റേജ് ഷോസും അതിലൊക്കെ നമുക്ക് എല്ലാ പാട്ടുകളും അറിയാം, വിധുചേട്ടൻ പാടുന്ന പാടില്ല. പക്ഷേ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ വിധു പ്രതാപ് എന്ന ഗായകൻ ആവശ്യത്തിന് പാട്ടുകൾ പാടിയിട്ടില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഹീ ഈസ് നോട്ട് യൂസ്ഡ് ലൈക്ക് ഹീ ഷുഡ് ഹാവ് ബീൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നോട്ട് ആസ് എ പാർട്ട്ണർ, നോട്ട് ആസ് എ ഷോ ഡയറക്ടർ, ആസ് എ ഫാൻ, ആസ് എൻ ഓഡിയൻ, do you agree with me or not? ഓഫ് കോഴ്സ്. ഞാൻ ഇപ്പം അനീജ പറയുന്ന അതേ കാര്യം തന്നെ. ഇപ്പം ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ തന്നെ പ്ലേ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്. അപ്പം നല്ല പാട്ടുകൾ, എവർഗ്രീൻ ഹിറ്റ്സ്, മലയാളത്തിലും തമിഴിലും ഒക്കെ ഉള്ള എവർഗ്രീൻ ഹിറ്റ്സ് എടുത്ത് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാറ്റിക് ഷോട്ട് പോലെ വെച്ച്, അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ക്യാമറ ഇങ്ങനെ വെച്ചിട്ട് വിദൂരത്തിരുന്ന് ഇങ്ങനെ പാടുന്ന ഒരു 2 മിനിറ്റ്, അതിൻ്റെ ഒരു 2 മിനിറ്റ് മാത്രം വരുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു സീരീസ് ഉണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ താഴെ വരുന്ന കോമൻസ് ഈ പറയുന്ന പോലെ ആയിരിക്കും, മലയാള സിനിമ ആവശ്യത്തിന് ഉപയോഗിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ആക്ച്വലി കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇതൊരു കോംപ്ലിമെൻ്റ് ആണോ? അല്ല, ആക്ച്വലി ശരി, അതിൻ്റെ അതർ സൈഡിൽ നിന്നാണ്. പക്ഷെ ഞാൻ ഇപ്പം എനിക്ക് വിധുവിനൊരു 22 years ആയിട്ട് അറിയാം. അപ്പോൾ അന്ന് തൊട്ടേ ഉള്ള കുറേ കാര്യങ്ങൾ, വിധു ഒരു ഇൻ്റർവ്യൂവിലും വന്നിരുന്ന് അങ്ങനെ, ബിക്കോസ് ഹി ഡസൻ ലൈക്ക് ഒരുപാട്, he never complains. അപ്പം പുള്ളി ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ പരിപാടിയാണ്. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ആസ് എ പാർട്ട്ണർ നമുക്കിങ്ങനെ ഇത് ഭയങ്കര അൺഫെയർ ആണല്ലോ എന്നൊക്കെ തോന്നുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. സോ എനിക്ക് ബാക്ക് സ്റ്റോറി കുറേയൊക്കെ അറിയാം. ഇപ്പം ഞാൻ വിധുവിൻ്റെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള കഥകൾ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ടുണ്ട്. തുടക്കകാലത്തുള്ള ഓഫ് കോഴ്സ് നമുക്ക് കുറേ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്, അറിയാലോ, ബാക്ക്. അപ്പം അതൊക്കെ ഫേസ് ചെയ്ത് കംപ്ലൈൻറ്റ് അല്ലാണ്ട് പോയി തന്നെയാണ് ഇവിടം വരെ ആളെത്തി നിൽക്കുന്നത്. അപ്പം അത് കാണുമ്പോൾ ഞാൻ അതിലേക്ക് അച്ഛനും അമ്മയും പറഞ്ഞതും വിധു പറഞ്ഞതും നമ്മൾ കണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. So basically he hasn't, or you together hasn't allowed
it to break him as an artist. He has only bloomed better. And I'm so glad because കാരണം സ്റ്റേജ് ഷോയിൽ ഇപ്പോൾ വിധിച്ചേട്ടൻ്റെ ഷോയ്ക്ക് ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ടി വിയിൽ കാണുമ്പോഴോ the energy that he brings to the stage is unmatched and his voice is magical. And this is, as a fan, വിധിച്ചേട്ട complimenting you on camera, I am one of the biggest fans that you have. So ഇതിനകത്ത് ഒരു വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ വിധിച്ചേട്ടൻ പരിപാടികൾ തുടങ്ങുന്ന സമയത്ത് മേ ബി 20 years back the stage was different, the arena was different. അവിടെ നിന്ന് ഇവോൾവ് ആയി വന്ന് ഇന്ന് റീലുകളും എല്ലാം ഭരിക്കുന്ന ഒരു കാലമാണ്. സോ ആസ് എൻ ആർട്ടിസ്റ്റ് ഹൗ ഹാസ് ഹി ഇവോൾവ്ഡ്? അതായത് ഇപ്പം അനീജ് നേരത്തെ പറഞ്ഞു മലയാള സിനിമ ആവശ്യത്തിന് ഇൻഡസ്ട്രി യൂസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു റീലുകളും സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ഒരു കാലമായതുകൊണ്ട് തന്നെ നമുക്ക് അതർ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ ഒരു ആർട്ടിസ്റ്റിന് അവരുടെ ആർട്ടിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. അതായത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിനിമയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന സിംഗേഴ്സ് കുറവാണ്. അതെ. എന്ന് മാത്രമല്ല ഐ ഹാവ് സീൻ ആർട്ടിസ്റ്റ്സ് അവർക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അവർ കുറേ നല്ല പാട്ടുകളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് സിനിമയിലൊരു ഓഫർ കിട്ടിയെന്ന് പറയുന്നത് എനിക്കതൊന്നും വേണ്ടാന്ന് പറയുന്ന അതൊക്കെ ന്യൂ ഏജ് മ്യൂസീഷ്യൻസ് ആണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്കതൊന്നും വേണ്ട, ഐ എം ഡൂയിങ് മൈ മ്യൂസിക്, എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ചെയ്യാനാണ് ഇഷ്ടം, അത്രയും ബോൾഡായിട്ട് പറയുന്ന കുട്ടികളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് മ്യൂസീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേറൊരു ഇൻഡസ്ട്രിയുടെ താങ്ങ് അധികം ഇല്ലാണ്ടാണെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഇത് മുന്നോട്ടുണ്ട്. അപ്പോൾ വിധുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഇപ്പം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക് നമ്മുടെ ബാൻഡും എത്തി. അപ്പം അത് കുറച്ച് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണം ഷൂട്ട് കഴിഞ്ഞു, ഇനിയും പ്രോജക്ട്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വിധു വന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരെണ്ണം വോയിസ് കൊടുക്കുക, ഇമോഷൻസ് കൊടുക്കുക, എക്സ്പ്രസ് ചെയ്യുക ത്രൂ യുവർ വോയിസ് എന്ന് മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ക്രിയേഷൻ സൈഡിലും കൂടെ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു. So what is the upcoming project if I may ask? ഓക്കെ, ഞങ്ങൾ നങ്ങേലി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ 10 കൊല്ലം മുന്നേ ആക്കപ്പെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബാൻഡ് വേർഷൻ ഇസ് കമ്മിങ് നങ്ങേലിയുടെ. അപ്പം അതിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഓൾസോ വേറെയും പ്രോജക്ട്സ് അതിപ്പം നെയിം ചെയ്തിട്ടില്ല. അവരതിൻ്റെ ഒരു മ്യൂസിക് ഇതിൽ പ്രൊഡക്ഷനിൽ ഇരിക്കുന്നതേ ഉള്ളൂ, കമ്പോസിങ്ങിലൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ, ലൈക്ക് നടക്കുക. അപ്പം അതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. കൂടുതൽ പാട്ടുകളും കാര്യങ്ങളൊക്കെ എല്ലാം വരട്ടെ. ഇപ്പോൾ അതുപോലെ തന്നെ we have done shows all around the world. ലോകത്തിലെ എല്ലാ സ്ഥലത്തും നടന്ന് ഷോ ചെയ്തിട്ടുണ്ട്. As from the band's perspective or from the musician's perspective, what is one request that you have for the organizers everywhere? Organizers, please be organized. എന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യമാണ്, ഞാൻ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് നീങ്ങുന്ന ഒരാളാണ്. എൻ്റെ ടീമും അത് തന്നെയാണ്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എത്ര നേരത്തെ ഇപ്പം ഒരു ബാൻഡ് എപ്പോഴും ഒരു ഷോ ഫിക്സ് ആവുന്നത്, യു നോ ദിസ്, നമ്മൾ ടെക് റൈഡർ അയച്ചു കൊടുക്കും, കംപ്ലീറ്റ് റിക്വയർമെൻറ്റ്സ്. അത് ഈ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു നെസസിറ്റി തന്നെയാണ്. ഈ പറഞ്ഞ ഷോ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും ഇതിന് വേണ്ടിയിട്ട് ഇന്നതിന് ആവശ്യമാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സൗണ്ട് ചെക്കിന് നമുക്കൊരു 3 മണിക്കൂർ വേണമെന്ന് പറയുകയാണെങ്കിൽ ആ സൗണ്ട് ചെക്കിന് വന്നിട്ട് അൺപ്ലസൻറ്റ് സർപ്രൈസസ് വരാതിരുന്നാൽ നല്ലതായിരിക്കും. അതായത് എൻ്റെ അടുത്ത് നിങ്ങളൊന്നും വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടല്ലേ വന്നേ എന്ന് ചോദിച്ചിട്ടുള്ള ഓർഗനൈസേഴ്സ് ഉണ്ട്. ഞാൻ തമാശ പറഞ്ഞല്ല, ഐ എം നോട്ട് എക്സാജറേറ്റിംഗ്. അപ്പം ഞാൻ സൗണ്ട് ചെക്ക് ചെയ്യണം. അപ്പം ലിറ്ററലി ഒരു ഓർഗനൈസർ വന്നിട്ട് ചോദിച്ചതാണ്, ഇതൊന്നും നിങ്ങൾ വീട്ടിൽ നിന്ന് ചെക്ക് ചെയ്തിട്ടല്ലേ കൊണ്ടുവന്നത്. ഞാൻ ഇതിൽ വേറൊരു കാര്യം പറയാം. സൗണ്ട് ചെക്കിന് വന്നിട്ട് നമ്മൾ സൗണ്ട് ചെക്കിന്, അത് ഇന്ത്യയിൽ തന്നെ ഉള്ളൊരു, കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ വേറൊരു സ്ഥലത്തുണ്ടായതാണ്. സൗണ്ട് ചെക്കിന് വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ അവിടെ സൗണ്ട് മാത്രം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. LED വാളില്ല, മറ്റേ ലൈറ്റ് ഇല്ല, ഡ്രസ്സ് ഒന്നും വെച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ പണി അതിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിത് എന്താ ഇത് എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ സൗണ്ട് ചെക്ക് എന്നല്ലേ പറഞ്ഞത്, ലൈറ്റ് ചെക്കൊന്നും വാൾ ചെക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അന്ന് ഞങ്ങൾ അതിൻ്റെ ടേം മാറ്റി ടെക് ചെക്ക് എന്നാക്കി. ബിക്കോസ് ഇറ്റ് ഇസ് ആക്ച്വലി എ ടെക് ചെക്ക്, നോട്ട് എ സൗണ്ട് ചെക്ക്. ഐ മീൻ സൗണ്ട് ചെക്കും ഉണ്ട്, അതിനകത്ത് LED വാൾ ഉണ്ട്, ലൈറ്റ്സ് ഉണ്ട്, SFX ഉണ്ട്, ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ ആ 3 മണിക്കൂർ. അപ്പം ഞങ്ങൾ ടെക് ചെക്കാക്കിയത്. ദാറ്റ് വാസ് അനദർ കോൺട്രിബ്യൂഷൻ ഐ വുഡ് സേ. ബിക്കോസ് മറ്റേ നമ്മൾ സൗണ്ട് ചെക്ക് എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനത്തെ ആരെങ്കിലും കൺഫ്യൂഷൻ വരണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ആക്കിയത്.
ഇനി ഇതിൻ്റെ ഒരു എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഇപ്പം ലൈവ് സീൻ ഇസ് ഗ്രോയിങ്, പക്ഷെ ദർ ഇസ് ഇമ്മെൻസ് പ്രഷർ ടു ഡെലിവർ ഫോർ ഈച്ച് ഷോ. ഓരോ ഷോയ്ക്കും ഡെലിവറി ചെയ്യാനുള്ള. അപ്പോൾ സോ ദ കോസ്റ്റ് ഇസ് ഓൾസോ ഇൻക്രീസിങ്. ഇപ്പം പറയുന്ന പോലെ ഷോയിൻ്റെ ഔട്ട്ലുക്ക് മാറ്റി യുവർ ആഡിങ് ലൈറ്റ്സ്, എസ് എഫ് എക്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൊരു കോസ്റ്റ് ഇൻക്രീസിങ് പരിപാടിയുണ്ട്. ആൻഡ് ഹൗ ഡു യു തിങ്ക് ദ മാർക്കറ്റ് ഇസ് റെസ്പോണ്ടിങ് റൈറ്റ് നൗ? I think it depends on the demand. Of course, the band should have a demand, and demand build up ചെയ്തുകൊണ്ട് തന്നെ വരണം. അതിന് we have, of course, ഓരോ ഷോയും നമ്മൾ ഒരു ഷോയും നമ്മൾ ചെറുതായിട്ട് കാണരുത്. ഇപ്പോൾ ചെറിയ ഷോ ആണെങ്കിൽ അതിനെ മാക്സിമം ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെലിവർ ചെയ്യാൻ നമ്മൾ നോക്കണം അവിടെ. പിന്നെ അല്ലാണ്ട് തന്നെ ഈ പറഞ്ഞ ഇൻഡിപെൻഡൻറ്റ് ലൈനിലും അല്ലെങ്കിൽ കവേഴ്സ് ആണെങ്കിലും നമ്മളത് അവിടെയും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുക. അപ്പം ഡിമാൻഡ് പതുക്കെ കയറും എന്നാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയത്. പിന്നെ ഇതിൻ്റെ ബാക്കി സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും, നമ്മൾ ഇപ്പം മലയാളം ഇൻഡസ്ട്രിയുടെ മാത്രം കാര്യം പറയുകയാണ്, നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും താഴെ കിടക്കുന്നൊരു ചെറിയ സ്ഥലമാണ് കേരളം. അപ്പം നമ്മൾ വിചാരിക്കും ഇവിടുന്ന് ഇപ്പോൾ ഗൾഫിലോട്ടൊക്കെ പോകുമ്പോൾ ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, എല്ലാം പോകുന്നു വരുന്നു, അതൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു സ്ഥലം പോലെയാണ്, നമുക്ക് നമ്മുടെ സെക്കൻഡ് ഹോം പോലെ ആയിട്ടുണ്ട് മിഡിൽ ഈസ്റ്റ്. പക്ഷേ വെൻ യു ഗോ ടു പ്ലേസസ് ലൈക്ക് വേറെ, അതായത് വളരെയധികം ഉണ്ടാക്കുന്ന എമൗണ്ട്, അതായത് അവരുടെ സാലറിയിൽ നിന്ന് വലിയൊരു ശതമാനം ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന രാജ്യങ്ങളുണ്ട് വേറെ. അവർ ചിലപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഭയങ്കര ലാവിഷായിട്ടായിരിക്കും കാണിക്കുന്നത്. ഐ നോ ദിസ് ബിക്കോസ് ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് ജർമ്മനിയിലായിരുന്നു. അപ്പം അവിടെ എങ്ങനെയാണ്, നമ്മൾ നാട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ ഭയങ്കര വ്യത്യാസമാണ്, ടാക്സസ് ആർ ഡിഫറെൻറ്റ്. അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ വളരെ അവരുടെ ഏർണിങ്സിൽ നിന്ന് അത്രയും ആഗ്രഹത്തോടു കൂടിയായിരിക്കും നമ്മളെ ഇത് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് എനിക്ക് ചില ആൾക്കാർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അവിടെ പോകുമ്പോഴാണ് നിധി കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. യെസ് ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ ഓർഗനൈസേഴ്സിൻ്റെ അവരുടെ എന്താണ് അവരുടെ ബഡ്ജറ്റ് എന്നുള്ളത് നമ്മളും കൂടെ ഒന്ന് അറിയുന്നത് വളരെ നല്ലതായിരിക്കും, ഏത് രാജ്യത്താണെങ്കിലും. പിന്നെ ഇറ്റ് ഈസ് ഇൻക്രീസിങ് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പീപ്പിൾ ആർ റെഡി ടു സ്പെൻഡ് ഫോർ എൻ എക്സ്പീരിയൻസ്, നോട്ട് ഫോർ ലക്ഷറി, ഫോർ എൻ എക്സ്പീരിയൻസ്. അപ്പം ആ എക്സ്പീരിയൻസ് നന്നാക്കണമെങ്കിൽ എവറിത്തിങ് കംസ് വിത്ത് എ കോസ്റ്റ്. ഇപ്പം ഞാൻ പലരും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്, നമ്മൾ പറയുമല്ലോ മനുഷ്യൻ്റെ കഥ എല്ലായിടത്തും ഒന്നാണെന്ന്, മറ്റേ സന്ദേശത്തിൽ ശ്രീനിവാസൻ്റെ കഥാപാത്രം പറയുന്ന പോലെ ഇപ്പം അവിടെ നടക്കുന്ന യുദ്ധങ്ങൾ ഇറ്റ് ഹാസ് ഇമ്പാക്റ്റഡ് ദി ഇൻഡസ്ട്രി ലൈക്ക് വെരി ബാഡ്ലി. സോ ഇപ്പോൾ അതിൻ്റെ ഒരു ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റിക്കവർ സൂൺ? ഞാനതിനെ ഒരുപാട് നെഗറ്റീവായിട്ട് കാണാതിരിക്കാൻ ശ്രമിക്കുന്നു. എല്ലാം നന്നായിട്ട് തന്നെ സംഭവിക്കട്ടെ. ആസ് ഓഫ് നൗ കുറേ ഷോസ് ലൈൻഡ് അപ്പ് ആയിരുന്ന കുറച്ച് ഷോസ് പോസ്റ്റ്പോൺഡ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരും ക്യാൻസൽഡ് എന്ന് ആരും പറയുന്നില്ല, എല്ലാവരും ഇതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, 2 വെള്ളപ്പൊക്കവും ഒരു കൊറോണയും എല്ലാം അതിജീവിച്ച് വന്നവരാണ് നമ്മൾ. അപ്പോൾ ഇനി അങ്ങോട്ടും ഇതെല്ലാം നമ്മൾ അതിജീവിച്ച് തന്നെ വരും എന്നുള്ളതാണ്. പിന്നെ ഓരോ തവണയും നമ്മൾ വിചാരിക്കുക തീർന്നു, പിന്നെ അടുത്ത മിസൈൽ പൊട്ടും, അപ്പോൾ തീർന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഇപ്പോൾ പിന്നെയും നമ്മൾ ട്രാവൽ ചെയ്ത് തുടങ്ങി. ആസ് യു നോ, നമ്മൾ നാളെ ട്രാവൽ ചെയ്യുക. അപ്പം അങ്ങനെ എല്ലാം ശരിയാകും, ശരിയാക്കണം. So random question, what is your go-to Vidhu Pratap song? ലൈക്ക് ഞാൻ അതായത് വിധു പെർഫോം ചെയ്ത് കാണുന്നതാണോ? Anything, your go-to Vidhu Pratap song? എന്തോ മൊഴിയുവാൻ. എന്തോ മൊഴിയുവാനാണല്ലേ. Advice, or is there any personal story attached to it? ഇല്ല, ആ പാട്ട് ചെയ്യുന്നത് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള മനുച്ചേട്ടനാണ് ആ പാട്ട് ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊക്കെ കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. പിന്നെ രമേശൻ നായർ സാറിൻ്റെ വരികൾ, പിന്നെ ഡെപ്ത് ഉള്ള വരികളാണ്. അപ്പോൾ പിന്നെ അത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് വിനീതേട്ടനാണ്, വിനീത് കുമാർ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രാഗമാലിക കോമ്പോസിഷനാണ്. സോ മൊത്തത്തിൽ എനിക്ക് ആ പാട്ട് ഇഷ്ടമാണ്. സോ ഇഫ് യു ചൂസ് വൺ സോങ് ഓഫ് Vidhu Pratap to choreograph, okay, it could be film songs or anything, okay, you would love to choreograph this song എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പാട്ട് ഏതായിരിക്കും? കോറിയോഗ്രാഫി, ബിക്കോസ് ഐ എം എ ക്ലാസിക്കൽ ഡാൻസർ, ഐ വുഡ് സേ അരപ്പവൻ പൊന്നുകൊണ്ട്. അത് ഒരു പക്ഷേ എനിക്ക് ഞാൻ പെർഫോം ചെയ്യുന്ന രീതിയിലല്ലേ ചോദിച്ചത്, അതോ അങ്ങനെയാണെങ്കിൽ അരപ്പവൻ പൊന്നുകൊണ്ട് എന്നുള്ള സോങ്, ബിക്കോസ് ഇറ്റ് സെമി ക്ലാസിക്കൽ ഇതുണ്ട്. സോ അപ്പോൾ കമ്മിങ് ബാക്ക് ടു വാട്ട് എവർ യു ഗൈസ് ആർ ഗോയിങ് ടു ഡു ഇൻ ഇൻഡിപെൻഡൻറ്റ് സ്പേസ്, അങ്ങനെ ഇപ്പോൾ ഇൻഡി സ്പേസിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ബാൻഡുകൾ ഉണ്ടാവുമല്ലോ പെർഫോമൻസ് വൈസ് കാര്യങ്ങൾ.
Can you tell me a couple of instances where you took inspiration? മുംബൈയിൽ ഇബ്രാഹിം മാലൂഫിൻ്റെ ഒരു കോൺസേർട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. Okay. സോ അതുവരെ ഞാൻ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരിടത്ത് പോകുന്ന സമയത്ത് ചില ഷോർട്ട് കമ്മിങ്സ് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക. ഇപ്പോൾ LED വാളിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ആ ഷോയ്ക്ക് പോയപ്പോഴാണ്, അപ്പാർട്ട് ഫ്രം ദ മ്യൂസിക്കൽ സൈഡാണ്, ആ മ്യൂസിക് പാർട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ ഐ ലുക്ക് എന്താ പറയുക, പ്രസൻറ്റേഷൻ സൈഡാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പ് കാണാൻ പോയപ്പോൾ ഫുട്ബോളിനെ പറ്റി ഒരു വിവരം ഇല്ലാണ്ടാണ്, പക്ഷേ വിധുവിനെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ അവിടെ പോയി ഇരുന്നപ്പോഴും എനിക്ക് ഈ പ്ലെയേഴ്സിനെ ഒന്നും എനിക്കറിയില്ല, പറയുന്ന മോശമാണ്, പക്ഷെ എനിക്കറിയില്ല. ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ആ ക്യാമറ പോകുന്നു, ആ സൈഡിൽ പെർഫോമൻസസ് നടക്കുന്നു, അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇബ്രാഹിം മാലൂഫിൻ്റെ ഇതിന് പോയപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയത് LED വാള് ഇല്ലാണ്ട് ലൈറ്റ്സ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അനീച്ചനെ അറിയാം, നമ്മൾ ഓരോ സോങ്ങും ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഗോസ് ഇൻ ടു ദി വാൾ, വാട്ട് കംസ് ഓൺ ദ ലൈറ്റ്സ് എന്നൊക്കെ ഉള്ളത് നമ്മൾ അത്രയും ടൈമിങ്ങും ഇത് രണ്ടും തമ്മിൽ സിങ്കിൽ പോകണം, മ്യൂസിക്കുമായിട്ട് പോകണം എന്നുള്ളതില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്കും LED മഴ പെയ്തു, വാളിന് എന്തോ പറ്റി, LED വാളിന് എന്തോ പറ്റി, ഫുള്ള് കട്ടായി. അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. താങ്ക്സ് ടു മൈ ലൈറ്റ് എൻജിനീയർ, അവൻ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തു. അതായത് LED വാൾ അവിടെ ഇല്ല എന്നുള്ളത്, അപ്പം എനിക്കതപ്പോൾ ഈ ഒരു സാധനത്തിൽ നിന്നായിരുന്നു അങ്ങനത്തെ ഓക്കെ ഇത് ഇങ്ങനെ പോസിബിൾ ആണെന്നുള്ളത് വന്നിട്ട് ലൈറ്റ്സ് വെച്ച് മാത്രം അത് പുൾ ഓഫ് ചെയ്തു. ലൈറ്റ്സും സ്പെഷ്യൽ എഫക്ട്സും SFX വെച്ചിട്ട് അത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാൻഡുമായിട്ട് തന്നെ നമ്മൾ വേറെ പെർഫോമൻസസ് കാണാൻ പോകും. ഇപ്പം ജാവേദ് അലിയുടെ ഒരു പെർഫോമൻസ് ഞങ്ങൾ കാണാൻ പോയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മ്യൂസീഷ്യൻസ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു തോന്നി ആ ഗിറ്റാറിസ്റ്റ് നോക്കൂ, അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ നോക്കൂ, പുള്ളി ഇത് ചെയ്യുമ്പോൾ ഹി ഹാസ് എ സ്മൈൽ. അപ്പോൾ എനിക്ക് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മ്യൂസീഷ്യൻസിനും അവരുടേതായിട്ടുള്ളൊരു രീതിയുണ്ട്. അവർ സോൺ ഔട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ സോൺ ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ ചിരിക്കണോ, എനിക്ക് പറ്റില്ല, എനിക്കതൊരു ചിരിക്കണം എന്ന് പറയുന്നത് പോലെ ഒരു പ്രഷറായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരുപാട് പറയില്ല. പക്ഷേ കുറച്ച് നോക്കിയപ്പോഴത്തേക്കും ഇത് വേണമെങ്കിൽ ഒന്ന് ചിരിക്കാം അല്ലേ എന്നൊക്കെ പറയുകയാണ്. ഞാൻ പ്രഷർ കൊടുക്കാത്ത രീതിയിൽ അത് പറയാൻ നോക്കും, ഒന്ന് വൈബ് ചെയ്യേ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. അവൻ ടോക്ക് ബാക്കിൽ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, കൺസോളിൽ നിന്നുകൊണ്ട് എടാ ഓണാവും എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ അവരെയും കൂടി പിരിച്ച് ഇരുത്തിയിട്ട് ഇങ്ങനെ ഒരാടാക്കണ്ടോ, ആ വ്യത്യാസം കണ്ടോ. പിന്നീട് അത് കാണുമ്പോൾ ഇവർക്കും ഓൺ സ്റ്റേജ് ആയിരിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നിയിട്ട് അവരിൽ അങ്ങനത്തെ ചേഞ്ചസ് അവർക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. വേറെ അങ്ങനെ ഞാൻ കൂടുതലും എന്താ പറയുക, എൻ്റെ രീതി എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് വേറെ ബാൻഡ്സ് ചെയ്തിരിക്കുന്ന ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ അപ്പം അതിന് ചെയ്യണ്ട, വേറെ ചെയ്യാം, ഞാൻ അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് എനിക്ക് ആക്ച്വലി നമ്മൾ ചെയ്തേക്കുന്ന ഒരു സാധനം നമ്മുടെ കണ്ടംപററി ബാൻഡ്സ് ആരെങ്കിലും ചെയ്യുന്ന കാണുമ്പോൾ ഐ ഫീൽ അതൊരു എനിക്ക് അംഗീകാരമായിട്ടാണ് തോന്നുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു അംഗീകാരമായിട്ട് തോന്നാറുണ്ട്. ബിക്കോസ് അതുവരെ ഇപ്പം ചെറിയൊരു കാര്യമാണ് കോർഡിനേറ്റഡ് ആയിട്ട് ഡ്രസ് കോഡഡ് ആയിട്ട് കയറുക എന്ന് പറയുന്നത്, ഒരു കളർ കോഡോ എല്ലാവർക്കും ആയി. സോ ഹാപ്പി, ഐ മീൻ ഐ എം ഹാപ്പി ബിക്കോസ് ഓഡിയൻസിനെ നമ്മൾ അത്രയും ഹാപ്പി ആക്കാൻ നോക്കുന്നതിൻ്റെ ഒരു ചെറിയ സ്റ്റെപ്പാണ്. അതെ അതിപ്പോൾ ജോസ് ചേട്ടൻ തൊട്ട് നിഹാല് വരെ എല്ലാവരും ഒരു കോസ്റ്റ്യൂമിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ സീനിയേഴ്സ് തൊട്ട് ബേബീസ് വരെ അത്. So it's nice. You're doing wonderful job with Vidhu brother. So I'm keeping everything aside, this artist life and everything. I know you guys travel a lot. So just ഇതൊക്കെ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ ട്രാവൽ ചെയ്യാനുള്ളൊരു ഈ ഒരു ആർത്തി അവിടെ നിന്നാണ്. ഇതൊക്കെ മാറ്റി വെച്ചാൽ യാത്ര ചെയ്യാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ, ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സോ ദിസ് ഇൻസിഡൻറ്റ് ഹാപ്പൻഡ് ഇൻ ദി US. അപ്പോൾ ഞങ്ങളുടെ കൂടെ സച്ചിൻ വാര്യർ എന്നെ കൊല്ലുമായിരിക്കും. ഇല്ല സച്ചിൻ കൊല്ലില്ല. സച്ചിൻ ഐ എം സോറി. അപ്പോൾ സച്ചിനും ജോൾസിലേക്കും ഇങ്ങനെ ബാക്ക് പാക്ക് ട്രിപ്പ് ഭയങ്കര ഇഷ്ടമുള്ള, അവർ ഈ ഒരു GPS കയ്യിൽ വെച്ചിട്ട് എല്ലായിടത്തും പോകുന്നത് സോളോ ട്രിപ്പിൻ്റെ ആളാണ് സച്ചിൻ വാര്യർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർട്ടിസ്റ്റാണ്, ഒരു പേഴ്സണാണ് സച്ചിൻ. അപ്പോൾ അവൻ സമാധാനത്തിൽ ഒരു സോളോ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്, അതായത് ഞങ്ങൾക്ക് ഈ ഓഫ് ഡേയ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ വീക്ക് ഡേയ്സ് ഒക്കെ നമുക്ക് ഷോ ഉണ്ടാവും, Friday, Saturday, Sunday show, Monday to Thursday off. You know,
അപ്പോൾ അന്ന് അങ്ങനെ ഒരു ദിവസം അവൻ പോകാനിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളെ എങ്ങും കൊണ്ടുപോകാൻ നിന്ന്. ഇപ്പോൾ എനിക്കും വിധുവിനും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ള കഴിവൊന്നുമില്ല. ഞങ്ങൾ ആരെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് പോകുന്ന ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ഒട്ടും എന്നുള്ള അല്ലാണ്ട് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ മോൾസ് തന്നെയാണ് അനീജ. വേറെ എനിക്ക് അങ്ങനെ ഇതില്ല. ആ സ്ഥലത്തെ പറ്റി അറിയാവുന്ന ഒരാളൊന്നെങ്കിൽ വേണം, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിവുള്ളവർ വേണം. അപ്പോൾ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിവുള്ള 2 പേരുണ്ട്, ജ്യോത്സ്നയും സച്ചിൻ വാര്യരും. നമ്മൾ ഒരു നാളം ഇല്ലാണ്ട് ഒട്ടി. ഒരിക്കലും വഴി തെറ്റാത്ത സച്ചിൻ അന്ന് വഴി തെറ്റി. ഞങ്ങൾ ലോസ്റ്റ് ആയിപ്പോയി. അതിൻ്റെ ഇടയിൽ ഹെയിൽ സ്റ്റോം വന്നു. ഞങ്ങളിതൊക്കെ ആദ്യമായിട്ട് എല്ലാവരും കാണുന്നത്. അപ്പം ഇവിടെ എന്താ പറയുക, അത്രയും തണുപ്പത്ത് ഗോവയിൽ പോകുന്ന മൂഡിൽ ഷർട്ട് ഇട്ടുകൊണ്ട് വന്നവരൊക്കെയാണ് കൂടെ ഉള്ളത്. അപ്പോൾ അവർ എൻ്റെ ഇത്രയും നാളത്തെ കരിയറിൽ എനിക്കിത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് സച്ചിൻ. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള ഫ്ലെയർ ഇല്ല. എനിക്കും ഇതിന് ആ ഒരു ഫ്ലെയർ ഇല്ല. അറിയാവുന്നവരുടെ കൂടെ പോയാൽ അവരെയും കൂടെ ചിലപ്പോൾ വഴി തെറ്റിക്കും. നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്ന കാണാറുണ്ടല്ലോ. സോ അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് ഔട്ട്സൈഡ് ഓഫ് ദിസ് കൺട്രി? എഡിൻബ്ര, സ്കോട്ട്ലൻഡ്. എനിക്ക് ഭയങ്കരമായിട്ടും ഒരുപാട് നല്ല മെമ്മറീസ്. ഈ ഹാരി പോട്ടറിൻ്റെ ഒക്കെ സെറ്റ് ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു സ്ഥലം. ഞാൻ ജോസിനായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് കാസൽസും കാര്യങ്ങളും കുറേ എന്തൊക്കെയോ നമുക്ക് എന്താ പറയുക, അവിടെ ഇങ്ങനെ ഭയങ്കര ഫ്ലാഷി കളേഴ്സൊന്നും ഇല്ല. എല്ലാം ഇങ്ങനെ ഒരു ആ ഹാരി പോട്ടർ സിനിമയിൽ ഒരു ഫ്രെയിം വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് എല്ലാം ഇങ്ങനെ. പിന്നെ കുറച്ച് കയറ്റം ഉറക്കമൊക്കെ ഉണ്ട്, അതൊരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. അതർവൈസ് എനിക്ക് അതാണ് ഇഷ്ടം. പിന്നെ എനിക്ക് ഇഷ്ടം മോസ്കോയിൽ ഞങ്ങൾ ഷോയ്ക്ക് വേണ്ടി ആദ്യം പോയതാ. അപ്പോൾ മോസ്കോ എനിക്ക് തോന്നിയിട്ടുണ്ട് റഷ്യ നമ്മൾ ഒരുപാട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു രാജ്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ പൊതുവേ ഇപ്പം ഞാൻ മോസ്കോയിൽ പോയി റഷ്യയിൽ അത് കേട്ടിട്ട് ഞാൻ നാട്ടിൽ വന്ന് അത് അവിടെ വിസിറ്റ് ചെയ്ത് നാട്ടിൽ വന്നപ്പം ഒരുപാട് പേര് നമ്മുടെ ആൾക്കാർ ചോദിച്ചത് അവർ ഭയങ്കര റൂഡല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവമേ ഇല്ല. ദേ ആർ വെരി ഫ്രണ്ട്ലി പീപ്പിൾ. അവർ ചിരി കുറച്ച് റേഷനാണ്, പക്ഷേ അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണം വാറ് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു ജനറേഷനും കൂടെ അല്ലേ അവർ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ഇതുണ്ടാവും. അവർ ചിരി റേഷനായി പോയതിൻ്റെ. പക്ഷേ ഇപ്പം നമ്മളൊന്ന് US-ലോ UK-ലോ പോവുകയാണെങ്കിൽ അറിയാം ഇവരെത്ര തങ്കപ്പെട്ട മനുഷ്യരാണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ ദ വേ ദേ ട്രീറ്റ് അസ് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എനിക്ക് അവിടെയും കാണാനാണെങ്കിലും നല്ല ഭംഗിയുള്ള രാജ്യം സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗും. അപ്പോൾ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ രണ്ടാമത് വീണ്ടും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയി. ക്രിസ്മസ് എന്തോ വേറെ എന്തോ ടൈമല്ലേ, Jan 7-നാണ് അവിടുത്തെ ക്രിസ്മസ്. അപ്പം നമുക്ക് എല്ലാ വർഷവും ഞാനും വിധുവും പണ്ട് എപ്പോഴും പറയുമായിരുന്നു. കാരണം ഞാൻ കൊച്ചിലെ ഈ പ്രോപ്പർ ജർമ്മനിയിലുള്ള ക്രിസ്മസ് ആഘോഷിച്ച് വന്ന ഒരാളാണ്. ഞാൻ ആദ്യം ഓർമ്മ വെച്ച കാലം തൊട്ട് കണ്ടു വന്നിരിക്കുന്ന അങ്ങനത്തെ ഒരു ക്രിസ്മസ് ആയിരുന്നു. നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഇങ്ങനെയല്ലല്ലോ ക്രിസ്മസ് എന്നൊരു സാധനം എനിക്ക് എവിടെയോ വന്നു. അത് കൊച്ചു കുട്ടിയായിരിക്കുമ്പോഴുള്ളതാണ്, വേറെ രീതിയിൽ കാണരുത്. അപ്പോൾ പിന്നീട് എനിക്ക് എപ്പോഴും ക്രിസ്മസ് മിസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അപ്പം ഞാൻ പിന്നീട് വിധുവിൻ്റെ അടുത്തും എൻ്റെ ക്രിസ്മസ് ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യുമ്പം പുള്ളി പറയുമായിരുന്നു നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ക്രിസ്മസ് നമുക്ക് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ കൺട്രിയിൽ വെച്ച് ചെയ്യാം. അങ്ങനെ ഒരു 10, 15, 16 കൊല്ലം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ക്രിസ്മസ് ജനുവരി. കാരണം എപ്പോഴും ക്രിസ്മസ് ടൈം വരുമ്പോൾ നമുക്ക് ഷോസിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ പോകാൻ പറ്റാറില്ല. കാരണം നമുക്ക് ഒരു ഷോ ആയിരിക്കില്ല മിസ്സാവുന്നത്. ഒരു ക്രിസ്മസ് ടു ന്യൂ ഇയർ ഉള്ള എല്ലാ ഷോസും നമുക്ക് മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിൽ എൻഡ് അപ്പ് നോട്ട് ട്രാവലിങ് ആ സമയത്ത്. അപ്പോൾ ഇത് കറക്റ്റ് Jan 7-ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു രാജ്യം കണ്ടുപിടിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി. ഇപ്പോൾ ഈ വർഷം അവിടെയായിരുന്നു ക്രിസ്മസ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. യാത്രകളും ഇനി അങ്ങോട്ട് ഷോസുകളും പ്ലാനിങ്ങും കാര്യങ്ങളും ലെറ്റ് ഫിലസ് മോർ ഓൺ വാട്ട് എവർ യു ആർ ഗോയിങ് ടു ഡു. പുതിയ ഇൻഡിപെൻഡൻ്റ് ആൽബത്തിനും പാട്ടുകൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ ചാറ്റിംഗ് വിത്ത് us ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് വിധു പ്രതാപ് ടു നെക്സ്റ്റ് ലെവൽ. ഇറ്റ്സ് വിധു പ്രതാപ്. താങ്ക് യു. എനിക്കും ഒരു വലിയൊരു താങ്ക്സ് അനീജനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ചെയ്യുന്ന ബിക്കോസ് ഞാനൊരു ഡെസിഗ്നേഷൻ വന്ന് ഇതിലേക്ക് വന്ന ഒരാളല്ല. ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് തിങ്സ് ഫസ്റ്റ് ആൻഡ് ഐ എം ഷുവർ ദർ ആർ മെനി വൈഫ്സ് ഔട്ട് ദെയർ ഹു ആർ ഡൂയിങ് ദ സെയിം മോർ ഓർ ലെസ് ദ സെയിം തിങ് ആൻഡ് ദേ ആർ നോട്ട് ബീങ് അക്നോളജ്ഡ്. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് റെക്കഗ്നൈസ് ചെയ്ത് അത് ഇവിടെ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇത് ഞാൻ കട്ടിയില്ല. So I would like to say behind every successful man is a woman who is equally successful. So cheers to that. Thank you so much. Thank you.